അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിലെ 24-ാമത്തെ ക്ലാസ്സാണിത്. ഉപദേശത്തിൽ ഉപകാരമുണ്ട് എന്ന വിഷയം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയാൻ, വൽ തകും മിൻകും, നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ, ഉമ്മത്തുൻ, ഒരു സമുദായം, നിങ്ങളിൽ നിന്നൊരു വിഭാഗം ഉണ്ടാവട്ടെ, യദ്ഊന ഇലൽ ഖൈർ, അവർ നന്മയിലേക്ക് ക്ഷണിക്കുന്നു, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് അവർ കൽപ്പിക്കുന്നു, വയൻഹൗന അനിൽ മുൻകർ, അഥവാ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന, തിന്മയെ തൊട്ട് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരത്രേ വിജയികൾ, അവരാണ് വിജയികൾ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അങ്ങനെ നന്മയിലേക്ക് ക്ഷണിക്കുക, അവരാണ് വിജയികൾ. അങ്ങനൊരു ഉമ്മത്ത് ഈ സമുദായത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടാവട്ടെ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയാം. സൂറത്തുൽ അസ്റിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട്, സത്യം കൈകൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്യുന്നവർ. അഥവാ മനുഷ്യന്മാരൊക്കെ പരാജയത്തിലാണെന്നും, ആരൊഴികെ, വിശ്വസിച്ചവരൊഴികെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, പരസ്പരം സത്യം കൊണ്ട് ഉപദേശിച്ചവരൊഴികെ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൈകൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വിശേഷണം കൂടിയാണത്. മുബശ്ശിർ, സന്തോഷവാർത്ത അറിയിക്കുന്നവർ, മുൻദിർ, ഭയപ്പെടുത്തി അറിയിക്കുന്നവർ, അവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പം നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അഥവാ ഉപദേശിക്കുക, നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മയെ തൊട്ട് വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ബാധ്യതയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ ഉപദേശങ്ങളിൽ ഇങ്ങനെ കാണാം, യാ ബുനയ്യ അഖിമിസ്സലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, എൻ്റെ കുഞ്ഞുമോനെ, നീ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുക, അതുപോലെ നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മയെ തൊട്ട് വിരോധിക്കുക. ഇനി ആ ഉപദേശം ഫലപ്രദമാവണമെങ്കിൽ ഉപദേശിക്കുന്നവർക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപദേശിക്കുന്ന കാര്യം ഉപദേശകനിൽ ഉണ്ടാവുക എന്നത്. ഒരു നന്മ കൊണ്ട് കൽപ്പിക്കുമ്പോൾ ആ നന്മ ചെയ്യുന്നവനാവുക, നമ്മളൊരു മാതൃകയാവുക. അങ്ങനെയാണെങ്കിൽ ആ ഉപദേശത്തിന് നല്ല ഫലമുണ്ടാവും. ചെയ്യാത്തൊരു കാര്യം ചെയ്യണേന്നിങ്ങനെ നാട്ടുകാരോട് വിളിച്ചു പറയുമ്പോൾ അതിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. മറിച്ച് നാം ചെയ്യുന്ന ഒരു നന്മ മറ്റൊരാൾ ഉപദേശിക്കുമ്പോൾ അത് കേൾക്കുന്നവൻ്റെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ആത്മാർത്ഥതയുള്ളവനാവുക. താൻ കാരണം മറ്റൊരാൾ നന്നാവുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റൊരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്, അത് അല്ലാഹുവിൻ്റെ പക്കൽ ഏറ്റവും പുണ്യകരമായ പ്രവൃത്തിയാണല്ലോ എന്നൊരു ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യാൻ വേണ്ടി കഴിയണം. അതല്ലാതെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് വലിയ പണ്ഡിതനാണ്, ഞാൻ വലിയ വിവരമുള്ളവനാണ്, ഞാൻ വലിയ പ്രഭാഷകനാണ്, ഞാൻ വലിയ ഉപദേശകനാണ്, ഞാൻ ആളുകളെ മനസ്സിനെ മാറ്റിമറിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ കഴിവുള്ള, സംസാര വൈഭവമുള്ളവനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാവരുത് നമ്മുടെ ഉപദേശങ്ങളും നമ്മുടെ ഇടപെടലുകളും. മറിച്ച് ഇഖ്ലാസ് ഉള്ളവരായിരിക്കണം. അഥവാ മറ്റുള്ളവർ നന്നാവണം, മറ്റുള്ളവർക്ക് സ്വർഗം കിട്ടണം, ആ ഒരു ഉദ്ദേശത്തിൽ അള്ളാഹുവിൻ്റെ പക്കൽ കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്മ ഉപദേശിക്കാനും തിന്മ വിരോധിക്കാനും കഴിയണം. ഇനി ആ ഉപദേശം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് തന്നെയാണ്. അവനവൻ്റെ മക്കളെ അവനവൻ കൃത്യമായി ഉപദേശിക്കേണ്ടതുപോലെ, ഉപദേശിക്കേണ്ട രീതിയിൽ, ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കുകയാണെങ്കിൽ ഓരോ വീടും നന്നാവും, ഓരോ കുടുംബവും നന്നാവും, ഓരോ നാടും നന്നാവും, ഈ ലോകം തന്നെ നന്നാവും. മറിച്ച് പറയേണ്ടടുത്ത് പറയാതെ, പറയേണ്ട രീതിയിൽ പറയാതെ എല്ലാം ഇങ്ങനെ അവഗണിച്ചു പോകുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് നമ്മുടെ മക്കൾ വഴിതെറ്റുന്നത് കാണേണ്ടി വരും. ഉപദേശകൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്
അത് ഉപദേശിക്കപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത തരത്തിലായിരിക്കണം. മുടി നീട്ടി വളർത്തുന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചത് എങ്ങനെയായിരുന്നു? എത്ര നല്ലവനാണ് ഈ മനുഷ്യൻ എന്ന് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ്. എത്ര നല്ലവനാണ്, നല്ല വ്യക്തിയാണ്, പക്ഷേ ആ മുടിയും കൂടി ഒരു നീളം കുറയ്ക്കുകയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ ആ വ്യക്തിയെ ആദ്യം സന്തോഷിപ്പിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ന്യൂനത അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി ആ തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പോരായ്മയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുകയാണ്. മറിച്ച് ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു, അതിൻ്റെ പേരിൽ അവനെ വല്ലാതെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചിട്ട് ഉപദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശമൊന്നും ചിലപ്പോൾ ഫലം ചെയ്യണമെന്നില്ല. കാരണം അത് മനസ്സിനെ വേദനിപ്പിക്കാൻ മാത്രമേ കാരണമാവുകയുള്ളൂ. പരമാവധി വ്യക്തികളെ ഉപദേശിക്കുമ്പോഴൊക്കെ സ്വകാര്യമായി ഉപദേശിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ഫലമുണ്ടാവും. നമ്മുടെ ഉപദേശം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാവണം. അങ്ങനെ ഉപദേശിക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വമാലിഹി വവലദിഹി വജാരിഹി തുകഫിറുഹാ അസ്സലാത്തു വസ്സദഖത്തു വൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ. ഒരാൾക്ക് അവൻ്റെ കുടുംബത്തിലും ധനത്തിലും സന്താനത്തിലും അയൽവാസിയിലും ഉണ്ടാകുന്ന ഫിത്നകളെ നിസ്കാരവും നോമ്പും ദാനധർമ്മവും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും കാരണമായി പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ്. നമ്മളിൽ സംഭവിക്കുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ ഉപദേശം കാരണമാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഉപദേശം അത് സ്വതക്കയുടെ ഫലം ചെയ്യും. നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നല്ല നീയത്തോടുകൂടി പരലോകത്ത് പടച്ചവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നന്മ ഉപദേശിക്കാനും തിന്മ വിരോധിക്കാനും നമുക്ക് സാധ്യമാവട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.